بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരണീയരായ വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, 4 സെഷനുകളുള്ള ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനാണ് ഇവ നടക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ സെമിനാർ. ഈ സമ്മേളനത്തിന് പ്രമേയമായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് മതപഠനം മാനവവിശുദ്ധിക്ക് എന്നുള്ളതാണ്. ആ ശ്രദ്ധേയമായ പ്രമേയം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സെമിനാർ നടക്കാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിക്കേണ്ടായി സയ്യിദ് ഫാറൂഖി അൽ മുഹാഫള അൽ ഫിത്ർ സലീമ, അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഈ സെമിനാറിൻ്റെ ശ്രദ്ധേയമായ പ്രബന്ധങ്ങളും ചർച്ചകളും അധികരിച്ചായിരിക്കും എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മതപഠനം, മതാധ്യാപനം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദൗത്യമാണ്. അതിന് നിരവധി ഘടകങ്ങളുണ്ട്. എന്നാൽ ഈ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഈ സംഗതി നേർക്കുനേരെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, നടപ്പിൽ വരുത്തുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ഈ രംഗത്തുള്ള സേവനം വിലമതിക്കാനാവാത്തതാണ്. ആ അധ്യാപകരുടെ സംഗമത്തിൽ അധ്യാപനവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അധ്യാപക ശാക്തീകരണം എന്ന നിലയിൽ തന്നെ നാം നിർവഹിച്ചു വരികയാണ്. സർക്കാരിൻ്റെയും മറ്റുള്ള പല ബോഡികളുടെയും CIR തന്നെയും ഈ രംഗത്തൊരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. അപ്പം ആ സാധാരണ സാമ്പ്രദായികമായ രീതിയിൽ നിന്ന് അധ്യാപകരെ മാറ്റങ്ങൾക്ക് വിധേയമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതനുസരിച്ച് തയ്യാറാക്കിയുള്ള സിലബസ് കഴിയുന്നിടത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന CIR ഈ സെമിനാറിലൂടെയും ഈ സമ്മേളനത്തിലൂടെയും ഉദ്ദേശിക്കുന്നതും ഒരു കേവല സമ്മേളനമല്ല. സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോൾ അധ്യാപകർക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട, ഈ സേവനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യമാകണം എന്ന നിലയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ നിലയിൽ ഈ വിദ്യാഭ്യാസ സെമിനാറിനെ കാണണമെന്നും അതിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളണമെന്നും ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ്. ഇതിലാരെയും പരിചയപ്പെടുത്തേണ്ടതില്ല. ഖനിയുനായി താരീഫ് എന്ന് പറയാറുണ്ട്. പരിചയപ്പെടുത്തുകൾക്ക് അപ്പുറമാണ്, എന്നുവെച്ചാൽ എല്ലാവർക്കും അറിയാമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ അത് മുതിരുന്നില്ല. കേരള മുജാഹിദീൻ സംസ്ഥാന ട്രഷറർ ജനാബ് സലാഹുദ്ദീൻ മദനിയാണ് ഈ സെഷൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുസ്സലാം അവർകളാണ്. ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കേണ്ടത് നമ്മുടെ സഹോദരൻ PMA ഗഫൂറാണ്. അതുപോലെ തന്നെ ഈ സെമിനാറിൽ പ്രൗഢമായ 3 പ്രബന്ധം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് വിദ്യാഭ്യാസ രംഗത്ത് പതിറ്റാണ്ടുകളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും അധ്യാപകരായും അധ്യാപകരുടെ അധ്യാപകരായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രംഗത്തെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളാണ്.
ബഹുമാനായ കുഞ്ഞു മുഹമ്മദ് പുലപ്പത്ത്, അദ്ദേഹം ഡയറ്റ് ലെക്ചററാണ്. അതുപോലെ തന്നെ CT മുഹമ്മദ് സാഹിബ്, അദ്ദേഹം ഗവൺമെൻറ് കരിക്കുലം കമ്മിറ്റി മെമ്പറായും പല നിലവാരത്തിലും സർക്കാർ തലത്തിലും അല്ലാത്ത തലത്തിലും ഒക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലക്കാരനായ മലപ്പുറം ജില്ലയിലെ ഈ മലപ്പുറം വിദ്യാഭ്യാസ ഓഫീസർ DEO പി സഫറുള്ള അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, നേരത്തെ അദ്ദേഹം എത്തിയതുണ്ട്. ഈ 3 പേരാണ് ഇവിടെ വിഷയം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും ഔപചാരികമായി CIR വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ ബഹുമാന്യനായ M. സഹദി മദനി അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. CIR സംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥാനതല മദ്രസ അധ്യാപക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സെമിനാറിലാണ് ഞാനും നിങ്ങളും. മതപഠനം ജീവിത വിശുദ്ധിക്ക് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഈ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിലെ വിഷയ അവതാരകനും ഇതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളും എല്ലാം തന്നെ ഏറെ ശ്രദ്ധേയരും അറിയപ്പെടുന്നവരും ഈ രംഗത്ത് അവരുടേതായ അഭിപ്രായങ്ങൾ മുന്നിൽ വെക്കാൻ കഴിവുള്ളവരുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധ്യക്ഷ ഭാഷണം എന്ന നിലയിൽ വിഷയവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ തലങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വിഷയാവതരണവും തുടർന്നുള്ള പ്രബന്ധാവതരണങ്ങളിലൂടെയും നമുക്കൊരുമിച്ച് കേൾക്കാൻ ശ്രമിക്കാം. 1-2 കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മദ്രസ പ്രസ്ഥാനത്തിന്, സമ്പ്രദായത്തിന് കേരളത്തിൽ പിന്നിട്ട നാഴികക്കല്ലുകൾ ഏറെയുണ്ട്. അത് പിന്നിട്ട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് മുന്നിട്ടിറങ്ങിയ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപം നൽകി. ആ രൂപം നൽകിയ കാലത്ത് ഇത് ഇങ്ങനെ പഠിപ്പിക്കാൻ പാടുണ്ടോ എന്ന് ചർച്ച ചെയ്യപ്പെട്ട കാലമായിരുന്നു എന്നുള്ളത് നാം മറക്കാതിരിക്കുക. ബോർഡിൽ എഴുതുകയും ഖുർആന്റെ വചനങ്ങൾ ബോർഡിൽ എഴുതുമ്പോൾ അതിൻ്റെ പൊടികൾ താഴെ വീണ് ചവിട്ടിയാൽ അത് ഹുർമത്ത് കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസാ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച മർഹൂം ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള മുൻകാല നേതാക്കന്മാർ ഇതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന ആക്ഷേപശരങ്ങളും അനുഭവിക്കേണ്ടി വന്ന യാതനകളും ഏറെയാണ് എന്ന് മുസ്ലിം നവോത്ഥാന ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞു കാലം മുന്നോട്ട് നീങ്ങി മദ്രസ തന്നെ ഈ രൂപത്തിലുള്ള ഒരു തുടക്കം കുറിച്ചപ്പോൾ മദ്രസ തന്നെ പാടില്ല എന്നും ആ വാക്ക് നരകത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റിനുള്ള വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ പുറംതിരിഞ്ഞു നിന്നിരുന്നു എന്നുള്ളതും നമുക്ക് മറക്കാനാവില്ല. അതിൽ നിന്ന് മുന്നോട്ട് നീങ്ങി ഇന്ന് SSAയുടെ പരിശീലനം വരെ കിട്ടുന്ന അവസ്ഥയിലേക്ക് മദ്രസ അധ്യാപകർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ
ഇതിൻ്റെ ജനകീയമായ കാഴ്ചപ്പാട് എത്രമാത്രമുണ്ട് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച പലരും മതപഠനം, മദ്രസാ പഠനം എന്നുള്ളത് അവിടെ ഏതൊക്കെ മേഖലകളിലൂടെ, തലങ്ങളിലൂടെ നാം സഞ്ചരിക്കണം എന്ന് പലരും ഇവിടെ ഉണർത്തുകയുണ്ടായി. അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം മാത്രം, ഇങ്ങനെ പ്രയാസങ്ങൾ തരണം ചെയ്ത് ഒരു മഹത്തായ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച് ആ സമ്പ്രദായം ഇങ്ങനെ ജനകീയമായ ഒരവസ്ഥയിലെത്തി ആധുനികതയുടെ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉതകുന്ന നിലയിലേക്ക് ഈ സമ്പ്രദായം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ മറ്റു നിലകളിലുള്ള പുരോഗതി മനുഷ്യൻ കൈവരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ ആ വളരുന്ന തലമുറയ്ക്ക് ഒരു ജീവസുറ്റ, അവന് ജീവൻ നൽകുന്ന, ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങളെ ജീവിപ്പിക്കാനുള്ള ഒരു സന്ദേശം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ നൽകാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് പോലെ വളരുന്ന തലമുറയ്ക്ക് വായുവായി നിലകൊള്ളേണ്ടതാണ് മതപഠനം, മദ്രസാ പഠനം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 4 വയസ്സുകാരൻ മുതൽ കുറ്റവാളികളായി തീരുന്ന ഒരു കാലഘട്ടം, മൂല്യങ്ങൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, സ്വന്തം കുടുംബത്തിൽ പോലും വളർന്നു വരുന്ന ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവർക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകുന്ന, അഭയകേന്ദ്രം തന്നെ ഇല്ലാതായി പോകുന്ന നിലയിൽ പല സംഭവങ്ങളും ദിനംതോറും ഞാനും നിങ്ങളും വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് അതൊന്നും ഇന്നൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും. അപ്പോൾ ഒരു വഴികാട്ടിയായി തീർച്ചയായും നിൽക്കാൻ കഴിയുക, അവനൊരു ദിശാബോധം നൽകാൻ കഴിയുക ഈ മതപഠനത്തിലൂടെ മാത്രമായിരിക്കും. അതിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു അവബോധം, താൻ ആരാണ്, താൻ എന്താണ്, താൻ എങ്ങോട്ടാണ്, താൻ എവിടേക്കാണ്, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്താനുള്ള അവസരമായി ഇത് മാറേണ്ടിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ കുതിച്ചു ചാടി അതിൻ്റെ ഉത്തുംഗതയിൽ എത്തി നിൽക്കുമ്പോൾ മനുഷ്യന്റെ അധപ്പതനവും അവന്റെ ധാർമ്മികമായ മൂല്യപരമായ നിലയിലുള്ള ശോഷണങ്ങളുമൊക്കെ ഞാനും നിങ്ങളും അറിയുകയാണ്, അനുഭവിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്നുള്ളതാണ് എനിക്കുണർത്താനുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വിഷയാവതരണമായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് വരുന്ന തുടർന്നുള്ള ചർച്ചകളായിരുന്നാലും ശരിക്കും ഒരു ദിശാബോധം, ഞാൻ സൂചിപ്പിച്ചതുപോലെ മതപഠനത്തിനൊരു ദിശാബോധം നൽകിയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മതപഠന രംഗത്തുള്ള അധ്യാപകരുടെ സംഗമം തീർച്ചയായും ഒരു ദിശാബോധം നൽകുന്ന നിലയിലുള്ള ചർച്ചയും കാര്യങ്ങളും ഈ സെമിനാറിലൂടെ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ആമുഖമായി ഉണർത്താനുള്ളത്. തീർച്ചയായും അതിന് കഴിയുന്ന ആളുകൾ തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ആ നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി മുന്നോട്ട് പോകാൻ ഉതകുന്ന നിലയിൽ വളരുന്ന തലമുറയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ കാഴ്ചപ്പാടും ദിശാബോധവും നൽകി അവന്റെ ജീവിതം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു ചൂണ്ടുപലകയായി നമ്മുടെ ഈ സമ്മേളനവും ഈ സെമിനാറും മാറേണ്ടിയിരിക്കുന്നു. പഴയ കാലങ്ങളിൽ ഒരു വടിയെടുത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പല നിലയിലുള്ള വിഷയങ്ങൾ പഠിപ്പിച്ച് കുറെ പേര് ഖുർആൻ പഠിക്കുമ്പോൾ കുറെ പേര് മുത്തഫരിദ് ഓതുന്നു. ഇങ്ങനെയുള്ള ഒരു നിലയിൽ നിന്ന് മാറി വ്യക്തമായ കരിക്കുലവും സിലബസും പരീക്ഷയും മറ്റ് സമ്പ്രദായങ്ങളും എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഈ പറഞ്ഞ ഒരു വിഷയത്തിൽ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഒരു വിഷയത്തിൽ അന്ധം വിട്ട് അന്താളിച്ചു നിൽക്കുന്ന വളരുന്ന തലമുറയ്ക്ക് മതപഠനമല്ലാതെ മറ്റൊന്നുമില്ല ദിശാബോധം നൽകുവാൻ. കാരണം സാങ്കേതിക രംഗത്ത് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന, പണ്ടൊരു ഒരു എഴുത്തുകാരൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരത്തിലൂടെ നടന്നുപോയാൽ
ആ നടന്നു പോകുന്നവൻ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു നായയുടെ ശരീരത്താ കല്ല് ചെന്ന് കൊള്ളും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിന്റെ ശരീരത്തായിരിക്കും അത് കൊള്ളുക എന്ന് പറയുന്ന നിലയിൽ, ഇതെന്റെ വാക്കുകളല്ല, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരന്റെ വാക്കുകളാണ്. ആ നിലയിലുള്ള കുതിച്ചുചാട്ടമുണ്ട് സാങ്കേതിക രംഗത്ത്. പക്ഷേ ആ സാങ്കേതിക രംഗത്ത് കുതിച്ചുചാട്ടമായി നിലകൊള്ളുന്ന ആ സംഗതികൾ പോലും ഒരു മിസ് കോളിലൂടെ ജീവിതം തന്നെ മിസ്സായി പോകുന്ന അവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന +1-ലോ +2-ലോ SSLC-ക്കോ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെയും ദയനീയമായ അവരുടെ മാതാപിതാക്കളുടെയും രംഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മെ ചിന്തിപ്പിക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുഴുവൻ കമ്മീഷനുകളും, കോത്താരി കമ്മീഷനായിരുന്നാലും അതുപോലുള്ള ഏത് കമ്മീഷനുകളായിരുന്നാലും, വിദ്യാഭ്യാസ രംഗത്ത് ചിലപ്പോഴൊക്കെ നാം പരിശോധിച്ചു നോക്കിയാൽ വിദ്യാഭ്യാസത്തിന് ചിലപ്പോൾ നിർവചനം നൽകിയിരിക്കുന്നത് ദി മൊറാലിറ്റി എന്ന് മാത്രം നിർവചനം നൽകിയ ചിന്തകന്മാർ പോലും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. കുറേ കാര്യങ്ങൾ നോക്കാനും കാണാനും അറിയാനും മാത്രം ചിന്ത ഉണ്ടാവുകയും ആരോടും ബാധ്യതകളും കടമകളും ബന്ധങ്ങളും കടപ്പാടുകളും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേവലം നാണയങ്ങളുടെ കിലുക്കത്തിൽ മാത്രം മയങ്ങി വീഴുന്ന ഒരു സാങ്കേതികമായ പുരോഗതിയുമോ ഭൗതികമായ വിദ്യാഭ്യാസ പുരോഗതിയുമാണോ നമ്മുടെ രാജ്യത്തിന് ഗുണപ്രദമാവുക എന്നുള്ളത് കൂട്ടായി നാട്ടിലെ മുഴുവൻ മനുഷ്യസ്നേഹികളും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ദൗർഭാഗ്യവശാൽ അതാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. സമർത്ഥനായ എഞ്ചിനീയറുടെ കീഴിൽ പണി പൂർത്തിയാക്കിയ പാലം, ആ പാലത്തിലൂടെ 2 വാഹനം ഓടിക്കഴിയുമ്പോഴേക്കും ആ പാലം തകർന്ന് തരിപ്പണമാകുന്നത് എന്തിന്റെ തകരാറാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അവന് ആ രംഗത്ത് കിട്ടിയ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല. അതേപോലെ തന്നെ മനുഷ്യനെ, അവന്റെ ജീവന് തുല്യം സ്നേഹിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഭിഷഗ്വരന്മാരായിത്തീരുന്ന ഡോക്ടർമാരായിത്തീരുന്ന ഡോക്ടേഴ്സിന്റെ മുന്നിലേക്ക് ഒരു രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടി വിലപേശുന്ന, ആ രോഗിയുടെ ഓപ്പറേഷനും ആ രോഗിയുടെ ചികിത്സയും അതുപോലുള്ള കാര്യങ്ങളും ഭംഗിയാക്കണമെങ്കിൽ ആ രോഗിയുടെ സഹധർമ്മിണി മനസ്സ് കൊടുക്കണം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ആധുനിക ഭിഷഗ്വര സമൂഹത്തിന്റെ ചിത്രം എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ രംഗത്തുള്ള അറിവില്ലായ്മയുടെ പോരായ്മയല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എന്തിൻ്റെയോ കുറവ് ഇവർക്കൊക്കെ ഉണ്ട്. ആ കുറവാണ് മൂല്യങ്ങൾ അല്ലെങ്കിൽ ധാർമ്മിക ബോധം എന്ന് പറയുന്നത്. അത് യഥാവിധി നൽകുവാൻ ഈ വളരെ ചെറുപ്പം മുതൽ തന്നെ, നേരത്തെ ഇവിടെ സുലൈമാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ, എപ്പോഴും അധ്യാപകരെയാണ് ഒരു മാതൃകയായിട്ട് പലപ്പോഴും വളർന്നു വരുന്ന തലമുറ വിദ്യാർത്ഥികൾ കാണുക. നമുക്കൊക്കെ അറിയാമല്ലോ, എൻ്റെ മുമ്പിലിരിക്കുന്നവർ നല്ലൊരു ശതമാനവും സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് എന്നുള്ള കാര്യം ഉള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനിരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. DEO വരെ, മലപ്പുറം DEO വരെ, സഫറുല്ലാ സാറ് വരെ ഇതുമായി സംവദിക്കാൻ തയ്യാറായി ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികൾ, ആ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്ന് പറയുന്ന വാക്കിൽ ഒരു തെറ്റ്, മോനെ അല്ലെങ്കിൽ മോളെ അങ്ങനെയല്ല പറയേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ, എനിക്കെന്റെ ടീച്ചർ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന അത്രമാത്രം മോഡലുകളാണ് പലപ്പോഴും അധ്യാപക സമൂഹം. ഓരോ അധ്യാപകനും, പ്രത്യേകിച്ച് മദ്രസകൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ധാർമ്മികമായും ശോഷണം സംഭവിച്ച് ധാർമ്മികമായി തകർന്ന് ഉത്തരവാദിത്വ ബോധം വിസ്മരിച്ച് കടമകളും കടപ്പാടുകളും മറന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് ശരിയായ ഒരു കാഴ്ചപ്പാടും ദിശാബോധവും നൽകാൻ മതപഠനത്തിലൂടെ അവന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടാക്കാൻ, ആ ലക്ഷ്യബോധത്തിലൂടെ അവന്റെ ഇഹലോകത്തിലെ ജീവിതം തന്നെ കുറ്റമറ്റതും ശുദ്ധമായതുമാക്കി തീർക്കാൻ തനിക്കും തന്റെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും എല്ലാറ്റിലുമുപരി അവന്റെ മരണാനന്തര ജീവിതത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള മതപഠനം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഉതകണം, ഉതകിയേ തീരൂ. അതിനുള്ള കാഴ്ചപ്പാട് നൽകുക എന്നുള്ളതാണ് ഈ സെമിനാറിന്റെ ഉദ്ദേശ്യം. ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും
അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള സമയക്ലിപ്തത പരമാവധി പാലിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംവദിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ആദ്യന്തം ഇത് കേൾക്കുകയും ഇതിൽ നിന്ന് ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് പങ്കെടുക്കുന്ന സഹോദരീ സഹോദരന്മാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്നും മാതൃകയും വഴികാട്ടിയുമായി മുന്നോട്ട് നീങ്ങാൻ ഉതകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാൻ CIER-നും അതിൻ്റെ കീഴിലുള്ള മദ്രസയിലെ അധ്യാപകർക്കും അത് സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്ന അതിൻ്റെ പഠന പരിപാടികൾക്കുമൊക്കെ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കാര്യത്തിൽ വളരെ സജീവമായ ചർച്ചയും കൂട്ടായ തീരുമാനവും മനുഷ്യസ്നേഹികളിൽ നിന്നുണ്ടാകണം, അതിനൊരു തുടക്കമാകട്ടെ ഈ സെമിനാർ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ അധ്യക്ഷൻ ഗുരുനാഥൻ എം സലാഹുദ്ദീൻ മദനി അവറുകളെ, വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ വിദ്യാഭ്യാസ ചിന്തകരും സംഘടനയുടെ നേതാക്കളുമായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി കേരളത്തിലെ മുസ്ലിം അവസ്ഥയും മുസ്ലിങ്ങളുടെ വൈജ്ഞാനികവും വിദ്യാഭ്യാസപരവുമായ നിലവാരവും ഏറെ മുന്നിലാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ തീർച്ചയായും നമ്മുടെ മദ്രസ സംവിധാനവും പള്ളികളും അതുപോലെ മതപരമായ മറ്റു സന്ദർഭങ്ങളുമൊക്കെ അതിന് സാക്ഷികളും അതിന് പ്രേരണയായി തീർന്നതുമാണ് എന്ന കാര്യവും വ്യക്തമാണ്. കേരളത്തിലെ മുസ്ലിം അവസ്ഥയുമായി ഇവിടുത്തെ മദ്രസ സംവിധാനത്തിന് വലിയ ബന്ധമുണ്ട്. ഇവിടുത്തെ പൊതുധാരയെ, പൊതുജനങ്ങളെപ്പോലും ഏറെ ഇസ്ലാമുമായി അവരുടെ മനസ്സ് ബന്ധിപ്പിച്ചതിൽ മുസ്ലിങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വസ്ത്രം കൊണ്ടുപോലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരല്ല. എന്നാൽ ഇന്ത്യയുടെ പല ദേശങ്ങളിലും മുസ്ലിങ്ങൾ ഒരു സെക്ടറായി മാറിയ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വേഷം കൊണ്ട്, ജീവിത നിലവാരങ്ങൾ കൊണ്ട്, അവരുടെ ജീവിതാവസ്ഥകൾ കൊണ്ട്, ഇങ്ങനെ പലതുകൊണ്ടും മുസ്ലിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഏറെ ഭിന്നമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മതപ്രബോധനം അടക്കമുള്ള ബാധ്യതകൾ വലിയ പരാജയത്തിലുമാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രബോധനം വളരെ വേഗത്തിൽ പ്രചരിക്കുകയും സ്വീകാര്യമാവുകയും ചെയ്ത ഒരു കഴിഞ്ഞ കാലം നമ്മുടെ പിറകിലുണ്ട്. ഓലമേഞ്ഞുള്ളൊരു കൂരയ്ക്കകത്തിരുന്നോത്തുപടിക്കയാണ് ഇസ്ലാമിൻ കുരുന്നുകൾ, പണ്ടു പണ്ടാ പടിഞ്ഞാറൻ ചെരുവിലും ചെണ്ടിട്ട സംസ്കൃതി തൻ സ്വരം കേട്ടു ഞാൻ എന്ന് ONVയുടെ ഒരു വചനമുണ്ട്. പണ്ടു പണ്ടാ പടിഞ്ഞാറൻ ചെരുവിലും ചെണ്ടിട്ട സംസ്കൃതി തൻ സ്വരം കേട്ടു ഞാൻ. മദ്രസകളെക്കുറിച്ചുള്ള മനോഹരമായൊരു വചനമാണ്. ഇങ്ങനെ പോസിറ്റീവായ ഒരുപാട് വശങ്ങൾ മദ്രസ സംവിധാനവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ആലോചിക്കാനുണ്ട്. അതേസമയം ഒരു നൂറ്റാണ്ട് പഴക്കമുള്ളൊരു സംവിധാനം എന്ന നിലക്ക് തീർച്ചയായും ചില പുനരാലോചനകളും ആവശ്യമുണ്ട്. 1903 ജനുവരി 1 ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി വാഴക്കാട്ട് മദ്രസ ദാറുൽ ഉലൂം ആരംഭിച്ചത്. 1903 ജനുവരി 1 ഏകദേശം ഒരു നൂറ്റാണ്ട് പഴക്കമുണ്ട്. ഒരു നൂറ്റാണ്ട് ഏതൊക്കെ വിധത്തിൽ അതിനെ നമ്മുടെ കാലവുമായി സംയോജിപ്പിക്കുന്നതിലും ഓരോരോ മാറി വരുന്ന അവസ്ഥകൾക്കനുസരിച്ച്, മാനസികാവസ്ഥയും വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരവും അനുസരിച്ച് എങ്ങനെയൊക്കെ നമ്മുടെ മദ്രസ സംവിധാനത്തെ
പുനരാവിഷ്കരിക്കുന്നതിലും പുനരാലോചിക്കുന്നതിലും പിന്നീടുള്ള ആളുകൾ എത്ര മുന്നേറിയിട്ടുണ്ട് എന്നത് തീർച്ചയായും ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വലിയ ലക്ഷ്യങ്ങളോടെയാണ് നമ്മുടെ ഈ സംവിധാനങ്ങളുടെ ആരംഭം. പള്ളിയായിരുന്നാലും മദ്രസകളായിരുന്നാലും നല്ല ഇസ്ലാമിൻ്റെ തനത് സ്വഭാവമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. മദ്രസ വളരെ അടുത്താണ്, പള്ളിയും വളരെ അടുത്താണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവരുടെ വളരെ അടുത്തുള്ള പള്ളിയോ മദ്രസയോ അവരെ സ്വാധീനിക്കുന്നതിനേക്കാൾ അവരുടെ തൊട്ടടുത്തില്ലാത്ത പലതുമാണ് അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് വിശദമായി പറയേണ്ട ആവശ്യമില്ല. ചുറ്റുപാടിലെ തിന്മകൾ തീർച്ചയായിട്ടും അതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള നമ്മുടെ സംവിധാനങ്ങളുടെ പോരായ്മകളും നമ്മുടെ സംവിധാനങ്ങളുടെ ബലഹീനതകളും ഇതിൽ തീർച്ചയായും പങ്കുവഹിക്കുന്നുണ്ട്. ഒരു നീണ്ട സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു നൂറ്റാണ്ട്. ആ നീണ്ട സമയം കൊണ്ട് പോരായ്മകളെ പരിഹരിക്കുവാൻ എത്ര ശ്രമിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയായും ഇത്തരമൊരു സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. കൗമാരത്തിൻ്റെ മനസ്സു കവരാൻ ഉതകുന്ന തരത്തിലുള്ളതൊന്നും നമ്മുടെ മദ്രസകളിൽ നിന്ന് ലഭ്യമാകാതെ പോകുന്നത് കൊണ്ടാണോ മനസ്സ് കവരുന്ന പലതിലേക്കും അവർ പെട്ടെന്ന് വഴുക്കിപ്പോകുന്നത് എന്ന് സംശയിക്കേണ്ടതുണ്ട്. മനം കവരുന്ന, മനസ്സിന് കൗതുകം തോന്നുന്ന ഒരുപാട് സംഗതികൾ പുറത്തുണ്ട്. അതിലേക്ക് അവർ പെട്ടെന്ന് വഴുക്കിപ്പോകുന്നു. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രായത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദായത്തിൽ നിന്ന് കുറ്റവാളികളായിട്ടുള്ളത് എന്ന കണക്കുകൂടി നിങ്ങൾ അതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതേസമയം നമ്മൾ പ്രബോധനം ചെയ്യുന്നത് കാലാതിവർത്തിയായ ഒരു മതത്തെയാണ്. കാലത്തെ അതിജയിക്കുന്ന, നൂറ്റാണ്ടുകളെ അതിജയിക്കുന്ന ഒരു മതത്തെയാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്നത്. പക്ഷെ പ്രബോധനം ചെയ്യുന്ന, ആവിഷ്കരിക്കുന്ന നമ്മൾ കാലാതിവർത്തികളല്ല, കാലത്തെ അതിജയിക്കാൻ കഴിയുന്നവരല്ല, കാലത്തിൻ്റെ പരിമിതികളുള്ളവരാണ്. സ്വാഭാവികമായും എൻ്റെയും നിങ്ങളുടെയും പരിമിതികൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങൾക്കും ബാധകമാണ് എന്നതുമായി ബന്ധിപ്പിച്ചാണ് മദ്രസ സംവിധാനവുമായുള്ള ഈ ആലോചനകൾ ആവശ്യമുള്ളത്. ദീനിൻ്റെ മൂല്യങ്ങളും ഉന്നതമായ ഭാവങ്ങളും നന്മയും സ്നേഹവും ധർമ്മവും പുതിയ തലമുറയിലേക്ക് പ്രസരിപ്പിക്കണമെങ്കിൽ അവരുടെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പാഠ്യക്രമവും പാഠ്യരീതിയും ആവിഷ്കരിക്കുമ്പോൾ മാത്രമാണ് ഇത് സാധിക്കുന്നത്. നല്ല തങ്കമുണ്ട്, ഇവിടെ മുക്കുപണ്ടവുമുണ്ട്. പക്ഷേ നല്ല തങ്കത്തെയും തനി തങ്കത്തെയും മുക്കുപണ്ടത്തെയും വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം മലീമസമായ ഒരു ചുറ്റുപാട് നമ്മുടെ മക്കളുടെ ചുറ്റുമുണ്ട്. അത് സാംസ്കാരിക രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, മതരംഗത്തുണ്ട്, സാമൂഹിക രംഗത്തുണ്ട്. തനി തങ്കവുമുണ്ട്, മുക്കുപണ്ടവുമുണ്ട്. ഏതാണ് മുക്കുപണ്ടമെന്ന് വിവേചിച്ചറിയാൻ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് സാധിക്കാതെ വരുന്നു. തനി തങ്കത്തെ പലപ്പോഴും അവർ കൈവിടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു പുനരാലോചനയും അവരവരുടെ കാലത്ത് ലോകത്ത് നിന്നുകൊണ്ട് അവനവൻ്റെ മതത്തെ അഭിമാനബോധത്തോടുകൂടി നിർവഹിച്ചു തീർക്കാൻ, ആ മതത്തിൻ്റെ അനുയായിയായി ആത്മാഭിമാനത്തോടുകൂടി നിവർന്നു നിൽക്കാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുന്ന ഒരു പാഠ്യക്രമത്തിന് മാത്രമാണ് മാനവ വിശുദ്ധി സൃഷ്ടിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ സഹാബികളുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഹാബികളുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സഹാബി അവരുടെ മകനെ അല്ലെങ്കിൽ മകളെ ഏതെങ്കിലും ഒരു മദ്രസയിലേക്ക് പറഞ്ഞയച്ചതോ ഏതെങ്കിലും ഒരു ഓത്തുപള്ളിയിലേക്ക് പറഞ്ഞയച്ചതോ നമ്മൾ എവിടെയും വായിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് പോലെ, മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് പോലെ ആ മക്കൾക്ക് വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ലഭിക്കേണ്ടതാണ് അവരുടെ മതത്തെക്കുറിച്ചുള്ള അറിവും മതത്തോടുള്ള അടുപ്പവും പടച്ചവനെക്കുറിച്ചുള്ള വിചാരവും എന്ന് തീർച്ചയായും സ്വഹാബികൾ മനസ്സിലാക്കിയിരുന്നു. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ആ ഉപ്പയിൽ നിന്ന് മകൻ നുകരുന്നത് മതത്തിൻ്റെ സന്ദേശങ്ങളാണ് എന്ന് മാത്രമല്ല,
അവനവൻ്റെ സന്ദർഭങ്ങളോടനുസരിച്ചുകൊണ്ട് മതത്തെ പഠിപ്പിച്ചു എന്നതുകൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും റസൂലുള്ളാഹിയുടേത് സ്വഹബത്തായിരുന്നു, സഹവാസമായിരുന്നു. റസൂലുള്ളാഹിയുടേത് സഹവാസമായിരുന്നു. ആ സഹവാസത്തിൻ്റെ വിജയം തീർച്ചയായും ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകനായി റസൂലുള്ളാഹിയെ ഉയർത്തുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹിക്ക് പായസം ഉണ്ടാക്കി കൊടുക്കുന്ന സന്ദർഭം നമ്മൾ കേട്ട ഒരു ചരിത്രമുണ്ട്. ആ സമയത്ത് സൗദ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഒരു സ്വഹാബിക്കുട്ടി പായസവുമായി റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇതെന്താണ്? ആ കുട്ടി പറഞ്ഞു, ഇത് പായസമാണ്, സൗദ ബീവി കൊടുത്തയച്ചതാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അത് തട്ടിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി ചെയ്യുന്ന എന്താണ്? അവിടെ ചിന്തിപ്പോയ ആ പായസം റസൂലുള്ളാഹിയുടെ കൈ കൊണ്ട് വടിച്ചെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് തുടച്ചു നീക്കിയതിന് ശേഷം ആ കുട്ടിയോട് പറഞ്ഞു, നിന്റെ ഉമ്മക്ക് ഇന്ന് എന്തോ ഒരു ദേഷ്യമുള്ളതുപോലെ തോന്നുന്നുണ്ട് അല്ലേ എന്ന്. ഉന്നതമായ 10,000 വരുന്ന പുസ്തകങ്ങളിലൂടെ കൈമാറാൻ കഴിയുന്നതിലും വലിയ ഒരു സന്ദേശമാണ് ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ ആ അധ്യാപകന്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തത്. മറ്റൊരിക്കൽ സ്വഹാബികളും റസൂലുള്ളാഹിയും ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അടുപ്പ് മുട്ടാൻ വേണ്ടി വിറക് കൊണ്ടുവരാൻ സ്വഹാബികളോട് പറഞ്ഞു, ഈ താഴ്വരയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതുമായി നിങ്ങൾ ഇങ്ങോട്ട് വരിക. അതൊരു വിറകിന്റെ കഷ്ണമാണെങ്കിലും ഒരു പല്ലിന്റെ കഷ്ണമാണെങ്കിലും ഒരു എല്ലിന്റെ കഷ്ണമാണെങ്കിലും എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനെ സ്വഹാബികൾ 4 ഭാഗവും ചെതറി അവർക്ക് കിട്ടിയത് എന്താണോ അത് കൊണ്ടുവന്നു. ചിലർക്കൊരു എല്ലിന്റെ കഷ്ണമാണ്, മറ്റു ചിലർക്ക് ഒരു കമ്പിന്റെ കഷ്ണമാണ്. അങ്ങനെ അവർ ഓരോന്നോരോന്നായി കൊണ്ടുവന്ന് വെച്ച് അതൊരു കൂമ്പാരമായി മാറിയപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ ആ അധ്യാപകന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ നമ്മെ നശിപ്പിക്കുന്നത് എന്ന്. അതൊരു ചെറിയ വിറകിന്റെ കൊള്ളിയല്ലേ എന്ന് നിസാരമായി കണ്ടതാവാം. പക്ഷെ ഒരുപാട് ചെറിയ കമ്പുകൾ കൂട്ടിവെച്ചപ്പോൾ അതൊരു കൂമ്പാരമായി മാറിയതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ആപത്തായി തീരുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അടുപ്പ് തയ്യാറാക്കി ഭക്ഷണം അവർ കഴിച്ചവിടുന്ന് മടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് സഹവാസം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ലഭിക്കുന്ന ഏറ്റവും നല്ല 2 സമ്മാനം, ഒന്ന് ആ കുഞ്ഞിൻ്റെ ഉമ്മയാണ്, മറ്റൊന്ന് ആ കുഞ്ഞിന് ഉമ്മയിൽ നിന്ന് ലഭിക്കുന്ന മുലപ്പാലാണ്. ഒരു മുലപ്പാൽ ഒരു ഉമ്മ കൊടുക്കുന്നത് ഏറ്റവും മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള നിർവൃതിയോടുകൂടിയാണ്. ലോകത്ത് ഒരു കലാകാരനും വർണ്ണിക്കാനാവാത്ത ഒരു അനുഭവം ആ സമയത്ത് ആ ഉമ്മ ആസ്വദിക്കുന്നുണ്ട്. എങ്ങനെയാണ് മുലപ്പാൽ കൊടുക്കുന്നത്? അങ്ങേയറ്റത്തെ മനസ്സന്തോഷത്തോടുകൂടി, മനസ്സ് നിറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് മുലപ്പാലിനോടൊപ്പം കൊടുക്കേണ്ട മൂല്യബോധവും മക്കൾക്ക് ചൊരിഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. മുലപ്പാല് പോലെ ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് ഒരു കുഞ്ഞിന് ലഭിക്കേണ്ടതാണ് മൂല്യബോധം എന്നർത്ഥം. നമ്മുടെ മക്കൾ വളരെ കളർഫുള്ളായൊരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ കളർഫുള്ളായൊരു ലോകത്ത്. പക്ഷെ അവരുടെ മതപഠനം പലപ്പോഴും അവരുടെ കളർഫുള്ളായ ലോകത്ത് ഒട്ടും കളർഫുൾ അല്ലാത്ത ഒന്നായിട്ട് അവർക്ക് അനുഭവിക്കുന്നുണ്ട്. വളരെ അനിഷ്ടകരവും ആസ്വാദ്യകരമല്ലാത്തതുമായ മതപഠനം പലപ്പോഴും മതത്തോട് തന്നെയുള്ള അനാദരവായി മാറുന്നു എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. കാര്യബോധമുള്ളൊരു കാലമുണ്ട്, കർമ്മങ്ങളുടെ ബാധ്യതയുള്ളൊരു കാലമുണ്ട്, തെക്കിലീഫ് എന്ന് നമ്മൾ പറയുന്ന ആ തെക്കിലീഫുള്ള കാലത്തല്ല നമ്മുടെ മക്കൾ മതം പഠിക്കുന്നത്. അതേസമയം അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ, പുതിയ കാലത്ത് പുതിയ ലോകത്ത് ജീവിക്കുന്നതിനാവശ്യമായ മതപഠനം നടത്തുന്നിടത്ത് പിന്നീട് മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുമില്ല. ഇപ്പോൾ വെക്കേഷനാണ്, അവധിക്കാലമാണ്. ഇപ്പോൾ കുട്ടികളോട് പറയും, മോനെ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയിക്കോന്ന് പറയും. അപ്പോൾ കുട്ടി പറയും, ഞാൻ കഴിഞ്ഞ വർഷം പോയതാണല്ലോ. അപ്പോൾ ഉപ്പയും ഉമ്മയും പറയും, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട്, പുതിയ രീതികൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് നീ പഠിക്കണം എന്ന് പറയും. ഇതൊരു അപ്ഡേഷനാണ്. കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു അപ്ഡേഷനാണ്. അത് വളർത്തിക്കൊണ്ടുവരുന്നു, പുതിയതെന്തോ അത് പഠിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ മക്കളുടെ കാര്യത്തിൽ നടത്തുന്നു. അതേസമയം മതപഠനത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്യാറില്ല. ഈ ഒരു അപ്ഡേഷൻ, പുതിയ കാലം, പുതിയ ലോകം, പുതിയ വളർച്ച, പുതിയ സാങ്കേതിക വിദ്യ, പുതിയ തിന്മകൾ, ഇതിനെയൊക്കെ അതിജയിക്കുവാൻ
നമ്മുടെ മക്കൾക്ക് കഴിയാതെ പോകുന്നത് കാര്യബോധമുള്ള കാലത്ത് അവർ മതം പഠിച്ചില്ല എന്നതുകൊണ്ടുകൂടിയാവാം. മതം ഒരു പഠന വിഷയമായി മാറി. മാനവ വിശുദ്ധിയാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മതം ഇന്നൊരു പഠന വിഷയമാണ്. അതിൽ പരീക്ഷ എഴുതണം, കാണാപ്പാഠം പഠിക്കണം, ഫസ്റ്റ് നേടണം, സെക്കൻഡ് നേടണം, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നേടണം. ഇങ്ങനെ ഒരു അവസ്ഥ ആയിത്തീർന്നപ്പോൾ ചരിത്രം പഠിക്കുന്നത് പോലെ, കൊമേഴ്സ് പഠിക്കുന്നത് പോലെ, ഹിസ്റ്ററി ഫിസിക്സ് പഠിക്കുന്നത് പോലെ പരീക്ഷ എഴുതാനും ജയിക്കാനുമുള്ള ഒരു കാര്യമായി മതപഠനമായി മാറിയെന്ന് ചുരുക്കം. സത്യം മാത്രമേ പറയാവൂ എന്ന് നമ്മുടെ കുട്ടി പരീക്ഷ എഴുതിയിട്ട് ഒരുപക്ഷെ ആ കുട്ടി വിജയിച്ചിട്ടുണ്ടാവും. പക്ഷെ സത്യം മാത്രമാണ് പറയേണ്ടത് എന്ന് ആ കുട്ടിയുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ ആ കുട്ടിക്ക് പലപ്പോഴും പരാജയം സംഭവിക്കുന്നു. അങ്ങനെയായപ്പോൾ വെള്ളിയാഴ്ച എന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിവസമായി മാറി എന്ന് ചുരുക്കം. മദ്രസ ഇല്ലാത്ത ദിവസം കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ദിവസമായി മാറിയതിന് പിന്നിൽ നമ്മുടെ സംവിധാനങ്ങളുടെ പോരായ്മകൾ തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മൊത്തത്തിലുള്ള ഒരു വിശദീകരണമല്ല, മഹാഭൂരിപക്ഷവും അങ്ങനെയാണ്. വളരെ അപൂർവമായ ചില സന്ദർഭങ്ങളും ചില സ്ഥലങ്ങളും ഇതിന് അപവാദമായിട്ടുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ. വിശ്വസനീയമായ രീതിയിൽ, പ്രായോഗികമായ രീതിയിൽ മതപഠനം നടക്കുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ഗുണം നമ്മൾ കാണുന്നു. രോഗിയെ സന്ദർശിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് ആ മദ്രസയുടെ തൊട്ടപ്പുറത്ത് രോഗികളുണ്ട്. ഒരു രോഗിയെയും ഈ ടീച്ചറോ മാഷോ കുട്ടിയെയും കൊണ്ടിട്ട് ഒരു രോഗിയെയും ഇതുവരെ കാണാൻ പോയിട്ടില്ല എങ്കിൽ ആ കുട്ടികൾ എന്താണ് അവരുടെ പഠനത്തിൽ നിന്ന് നേടുന്നത്? കുട്ടികളുടെ ജീവിതാനുഭവങ്ങൾ, അവർ കാണുന്ന കാഴ്ചകൾ, അവർ കാണുന്ന സാക്ഷികൾ, ആ സാക്ഷികളിലൂടെ, ആ അനുഭവങ്ങളിലൂടെ അവരുടെ മതപഠനത്തെ വിശ്വസനീയമായ രീതിയിൽ ക്ലാസ്സിനു പുറത്ത്, ബെഞ്ചിന് പുറത്ത്, ബോർഡിന് പുറത്ത് അവരുടെ മതത്തെ എങ്ങനെ അനുഭവേദ്യമാക്കാം എന്ന ആലോചനയാണ് തീർച്ചയായും ആകർഷകമായ ഒരു മതപഠനത്തിലേക്ക് നയിക്കുക എന്നുള്ളത്. മതവിരുദ്ധവും മതരഹിതവുമായ രസങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പെട്ടെന്ന് വഴുതിപ്പോകുന്നതിനു പിന്നിൽ വിശ്വസനീയമായ വിധത്തിൽ അവർക്ക് മതപഠനം ലഭ്യമായില്ല എന്നതിന് തീർച്ചയായും സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന കാലം കൂടുതൽ അധാർമികതകളും തിന്മകളും മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധികൾ നിറഞ്ഞതുമായൊരു കാലമാണ്. ആ കാലത്ത് എല്ലാ തിന്മകളുടെയും മുകളിൽ ഈമാനിൻ്റെ തഖ്വയുടെ നട്ടെല്ലോടുകൂടി നിവർന്നു നിന്ന് തിന്മകളെ അതിജയിക്കുവാൻ ഉള്ള ഒരു കരുത്ത് നമ്മുടെ മക്കൾക്ക് നേടിയെടുക്കാൻ തീർച്ചയായും ഇത് തന്നെയാണ് ഉപാധി, മതപഠനം. മതപഠനത്തെ കാലാതിവർത്തിയായ വിധം, ഓരോ കാലത്തെയും അതിജയിക്കുന്ന വിധം, അനുഭവപ്പെടുന്ന വിധം, വിശ്വസനീയമായ വിധം നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക എന്നത്. പലപ്പോഴും മതത്തിൽ നിന്ന് ആളുകൾ അകലുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, MSc മാത്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സ്വത്ത് തർക്കങ്ങളും പരിഹരിക്കാൻ കഴിയും. സ്വത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേംസ് ഉണ്ട്. ആ ടേംസ് ഒരു മതപണ്ഡിതന് ഒരു പക്ഷേ മനസ്സിലാവണമെന്നില്ല. അതുമായി ആഴത്തിൽ ബന്ധമുള്ള ആളുകൾക്ക് അത് മനസ്സിലാകും. അല്ലാത്ത മഹാഭൂരിപക്ഷം ആളുകൾക്ക് അത് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എന്നാൽ MSc മാത്സ് കഴിഞ്ഞ ഒരാൾക്ക് വളരെ എളുപ്പമാണത്. പക്ഷെ ആ സമയത്ത് അവന് മതവുമായി യാതൊരു ബന്ധവുമില്ല. കാര്യബോധമില്ലാത്ത കാലത്ത്, കർമ്മബാധ്യതയില്ലാത്ത കാലത്ത് അവൻ പഠിച്ചു പോന്ന പാഠങ്ങൾ തീർച്ചയായും അവന് മനഃപ്പാഠം മാത്രമാണ്, അവൻ്റെ ജീവിതവുമായി അതിന് ബന്ധവുമില്ല. ശരി, ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ലോകത്തെ ചെറുപ്പക്കാരികളുമാണ്. ഇസ്ലാമിക ലോകത്ത് ഇന്ന് ആത്മാഭിമാനത്തോടുകൂടി അവർ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണിലുള്ളതിനേക്കാൾ ഇസ്ലാമിക സംഘടനകളും കൂട്ടായ്മകളും ഇന്നുള്ളത് ഇന്റർനെറ്റിന്റെ ഉള്ളിലാണ്. എവിടെയൊക്കെ എത്തി ഇസ്ലാം? ഇസ്ലാം എങ്ങനെയാണ് ഇത്രയും പ്രചരിക്കുന്നത്? അതിവേഗത്തിൽ ഇന്ന് പ്രബോധനം ചെയ്യപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന മതമായി ഇസ്ലാം മാറി എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ പ്രസംഗിക്കും. പക്ഷെ എങ്ങനെയാണത് നിർവഹിക്കുന്നത്? സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന ആളുകളാണ് അവരുടെ സെക്കൻഡുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മതപഠനം വ്യവസ്ഥാപിതമായ ഒരവസ്ഥയിലൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം റമദാനിൽ ഉംറ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കഅബയുടെ ചുറ്റും 10,000 വരുന്ന വിശ്വാസികളുടെ കൂടെ കരഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യുന്ന ഒരാൾ. അതാരാണ്? ഫ്രാൻസിന്റെ വളരെ പ്രസിദ്ധനായ ഫുട്ബോൾ പ്ലെയർ ഫ്രാങ്ക് റിബറി. ഇസ്ലാമിലേക്ക് കടന്നു വന്നു അദ്ദേഹം.
അദ്ദേഹം തവാഫ് കഴിഞ്ഞതിന് ശേഷം സംസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനലുകാരൻ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, നിങ്ങൾ ഫ്രാങ്ക് റിബറി തന്നെയല്ലേ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫ്രാങ്ക് റിബറി അല്ല, ഞാൻ അബു ആയിഷ ബിലാൽ റിബറിയാണ്. ഇസ്ലാമിലേക്ക് വന്നത് അഭിമാന ബോധത്തോടുകൂടി അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിൻ്റെക്കുള്ള കടന്നുവരവിന് കാരണമായി തീർന്നത് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ചികിത്സിച്ച ഒരു ഡോക്ടർ ആയിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ഇസ്ലാമിക പ്രബോധനം എന്നത് അഭിമാനത്തോടുകൂടി ലോകം മുഴുവനും ഏറ്റെടുക്കുകയും നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് വളർന്നു വരുന്ന മദ്രസ പഠനം നേടിയ, മതത്തെക്കുറിച്ച് നല്ല വ്യവസ്ഥാപിതമായ അറിവ് നേടിയ നമ്മുടെ മക്കൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് എവിടെ എത്തിയിരിക്കുന്നു എന്ന് നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ അകവും അവൻ്റെ വീടിൻ്റെ അകവും അവനുമായി ബന്ധപ്പെട്ട രഹസ്യവും പരസ്യവുമായ സർവ്വ സന്ദർഭങ്ങളെയും നിർമ്മലമാക്കുവാൻ, ദൈവബോധം സൃഷ്ടിക്കുവാൻ, പരലോകത്തെക്കുറിച്ചുള്ള അറിവ് കേവലം അറിവാകുന്നതിനപ്പുറം അവൻ്റെ ഓരോ സെക്കൻഡുകളെയും സ്വാധീനിക്കുന്ന ജാഗ്രതയായി മാറുവാൻ മതപഠനം എന്നാണോ അവന് ഉപയോഗപ്രദമാകുന്നത് അന്നാണ് മാനവ വിശുദ്ധിയുടെ മാനദണ്ഡമായി മതപഠനമായി തീരുന്നത്. CIERനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടുകൂടി ഓർക്കാൻ കഴിയുന്നൊരു സംരംഭമാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇന്ന് ഏറ്റവും അധികം ഊർജ്ജസ്വലമായ വിഭാഗം പുതിയ കാലത്തെ, പുതിയ ലോകത്തെ കണ്ണു തുറന്നുകൊണ്ട് ഈ മതപഠനത്തെ, മതാധ്യാപനങ്ങളെ പുതിയ തലമുറക്ക് കൈമാറുവാൻ ജാഗ്രതയോടുകൂടി നിവർന്നു നിൽക്കുന്ന ഒരു വിഭാഗം. CIER വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് മുജാഹിദേതര പാഠശാലകൾക്ക് പോലും പ്രിയങ്കരമായ വിധത്തിൽ ഉള്ളൊരു സ്വാധീനം നേടിയെടുത്തതിന് പിന്നിൽ ഇത്ര നേരവും നമ്മൾ പറഞ്ഞതുണ്ട്. അവനവന്റെ കാലം, അവനവന്റെ ലോകം. 1913 മർഹൂം ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി ആ കാലത്തോടാണ് സംസാരിച്ചത്. ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്താണോ ചെയ്യുക അത് ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പിൻഗാമികളാകുന്നത്. അതല്ല, അത് വേറെ ആരെങ്കിലുമാണ് ചെയ്യുന്നതെങ്കിൽ അവരാണ് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ. 1937 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മദ്രസകൾ സ്ഥാപിക്കണം എന്ന തീരുമാനം ഉണ്ടായത്. 1903 ചാലിലകത്ത് മദ്രസ സ്ഥാപിച്ചത്. 10-30 വർഷത്തിലേറെ കാലം ചാലിലകത്തിനെയും പുത്തൻവാദത്തെയും മദ്രസയുടെ പാഠ്യരീതികളെയും അതിനിശിതമായി വിമർശിക്കുകയായിരുന്നു അങ്ങനെയുള്ള ആളുകൾ ചെയ്തത്. ഇന്ന് അവരെവിടെ എത്തിയിരിക്കുന്നു എന്നത് നമുക്ക് ആലോചിക്കാനും പുനരാലോചിക്കാനുമുള്ള ഒരു സന്ദർഭമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. സ്നേഹം എന്ന ജീവജലത്തെക്കുറിച്ച് നമ്മുടെ മക്കൾ പഠിക്കണം. സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരെ കീഴടക്കേണ്ടതെന്നും സ്നേഹം തന്നെയാണ് ഉള്ളിൽ നിറയ്ക്കേണ്ടതെന്നും അവരെ ഓർമ്മപ്പെടുത്തണം. ഭക്തിയും ജീവിത വിശുദ്ധിയുമാണ് പരലോക ജീവിതത്തിലേക്കുള്ള മികച്ച സമ്പാദ്യമെന്നും ദാനധർമ്മങ്ങൾ കൊണ്ട് ലഭിക്കുന്ന മനസ്സുഖം മറ്റെല്ലാത്തിനേക്കാൾ മികച്ചതാണെന്നും നല്ല സൗഹൃദങ്ങളാണ് ജീവിതത്തിന്റെ നേട്ടമെന്നും മാതാപിതാക്കളും അയൽപ്പക്കവും ബന്ധുക്കളുമൊക്കെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഭാഗ്യമാണെന്നും വിനയത്തോടെയുള്ള പെരുമാറ്റത്തിന് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനാവുമെന്നും അഹങ്കാരവും ധൂർത്തും സ്വന്തത്തെ തന്നെ നശിപ്പിക്കുമെന്നും നമ്മുടെ മക്കൾ പഠിക്കണം. കണ്ണീര് പെയ്യുന്ന ജീവിതാനുഭവങ്ങളിലും പുഞ്ചിരിയോടെ ജീവിക്കാനുള്ള ചങ്കുറപ്പ് അവർക്കുണ്ടാകണം. ഒന്നിലും തോറ്റുപോകാത്ത ഈമാനിന്റെ കരുത്ത് അവർ നേടിയെടുക്കട്ടെ. തിന്മയിൽ നിന്ന് അകലാനും തിന്മകളോട് പൊരുതാനും അവർക്ക് കഴിയണം. മനുഷ്യരോടും ജീവജാലങ്ങളോട് അഖിലവും കൃപയും കാരുണ്യവും പകരാൻ അവർക്ക് മനസ്സുണ്ടാകണം. എത്ര കൈപ്പേറിയതായാലും സത്യത്തിൽ ഉറച്ചു നിൽക്കാനും സത്യത്തിനെ വിജയമുള്ളൂവെന്നും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് ആരെയും ഭയക്കേണ്ടതില്ലെന്നും അവർക്കുറപ്പുണ്ടാകണം. ഗുരുനാഥന്മാർ കാൽവഴിയിലെന്നും കെടാവിളക്കാണെന്നും അധ്വാനമാണ് ജീവിതത്തിന്റെ മഹത്വമെന്നും മനസ്സിന്റെ ഔന്നത്യമാണ് മനുഷ്യന്റെ ഔന്നത്യമെന്നും വാക്കിന്റെ വിലയാണ് വ്യക്തിയുടെ വിലയെന്നും അവർ വീണ്ടും വീണ്ടും പഠിച്ചറിയട്ടെ. ആകാശത്തിന് ചുവട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും മികച്ച പ്രവർത്തനം ദീനിനു വേണ്ടിയുള്ളതാണെന്നും വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്നതിനോളം ഹൃദയസുഖമുള്ള മറ്റൊന്നില്ലെന്നും അവരറിയട്ടെ. യുക്തിബോധമില്ലാതെ ആടിക്കളിക്കുന്ന നടീനടന്മാരല്ല സത്യത്തിന്റെ മഹാദൂതനായി അവതരിച്ച സ്നേഹ റസൂലാണ് തൻ്റെ ഹീറോ എന്നവർ അഭിമാനത്തോടെ പറയട്ടെ. കേടില്ലാതെ ജീവിക്കാനും കള്ളമില്ലാതെ സംസാരിക്കാനും സ്വാർത്ഥതയില്ലാതെ ജീവിക്കാനും അവർ പരിശീലിക്കട്ടെ. പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ ഊർജമെന്നും മതമാണ് കാത്തുവെക്കേണ്ട മൂല്യമെന്നും അള്ളാഹുവോടുള്ള ആത്മബന്ധമാണ് എല്ലാ നന്മകളുടെയും ഉറവിടമെന്നും നമ്മുടെ മക്കൾ എന്നും ഓർത്തുവെക്കട്ടെ.
ഇതിലേക്കെല്ലാം അവരെ സജ്ജരാക്കുന്ന നന്മയുടെ പാഠശാലകളായി നമ്മുടെ മതപഠന കേന്ദ്രങ്ങളും മാതാപിതാക്കളും ഗുരുവര്യരും ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ മക്കളെ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ലൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. പ്രാദേശിക തലത്തിൽ ഇസ്ലാമിക സംഘടനകളും മദ്രസ മാനേജ്മെൻറ്റും നടത്തേണ്ട വളരെ ഗൗരവതരമായ ഒരു ചർച്ചയാണ് CIER സംസ്ഥാന തലത്തിൽ ഇവിടെ ഇപ്പോൾ നടത്തുന്നത്. മദ്രസ പഠനത്തിൻ്റെ കാര്യം മാത്രമല്ല, ലോകത്ത് മറ്റു വിദ്യാഭ്യാസത്തെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും വളരെ സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ധാർമ്മികവൽക്കരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് മൂല്യങ്ങൾ അന്യമാക്കപ്പെടുന്നതിനെക്കുറിച്ച് വളരെ ഉത്കണ്ഠയോടുകൂടി ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പം 2 മാസം മുമ്പ് കൊച്ചി ലേ മെരീഡിയനിൽ ലോകത്തെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വൈസ് ചാൻസലർമാർ സംബന്ധിച്ചുകൊണ്ട് ഒരു 2 ദിവസത്തെ ചർച്ച നടക്കുകയുണ്ടായി. അവിടെ പ്രധാനമായി ഉയർന്നു വന്ന ആശയം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ വളരെ അനിവാര്യമായും മാനവിക വിഷയങ്ങളുടെ അംശങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ്. അതായത് ശാസ്ത്ര സംബന്ധിയായ കോഴ്സുകളിൽ ഹ്യൂമാനിറ്റീസിൻ്റെ അംശങ്ങൾ വളരെ സജീവമായ ചർച്ചയാണ് അവിടെ നടന്നത്. വിദ്യാഭ്യാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യബോധമില്ലാത്ത ഒരു തലമുറയെക്കുറിച്ചിട്ടുള്ള വേവലാതിയാണ്. നമ്മൾ ഈ വിഷയം ദീനീ പഠനം മാനവ വിശുദ്ധിക്ക് എന്ന വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നതിൻ്റെ സംഘാടകരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടും വർഷങ്ങളോളം പഠിച്ചിട്ടും അവർക്ക് അച്ചടക്കമില്ല, വിനയമില്ല, മൂല്യബോധമില്ല എന്ന ഒരു പരിഭ്രാന്തി, ഒരു ഉത്കണ്ഠയാണ് നമ്മളെ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന് നിർബന്ധിക്കുന്നത്. അല്പം ആശങ്കക്ക് വകയുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പ്രതീക്ഷ, അല്പം പരിമിതികളും പരാധീനതകളൊക്കെ ഉണ്ടെങ്കിലും മതവിദ്യാഭ്യാസം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ഒരു ചിന്ത നടത്തുമ്പോൾ തീർച്ചയായിട്ടും മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് സന്തോഷമാണുള്ളത്. പരിമിതികൾ കുറച്ചുണ്ട്. ആ പരിമിതികൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന ഒരു അന്വേഷണം ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ പ്രതിസന്ധിയെ വേണമെങ്കിൽ സ്വത്വ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയാം. മദ്രസയിൽ കുറച്ചു നേരമാണ് നമ്മുടെ കുട്ടികൾ വരുന്നുള്ളൂ. പിന്നെ അവർ സ്കൂൾ ക്ലാസ് മുറികളിൽ, സ്കൂൾ ക്യാമ്പസിലാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അടുത്ത ദിവസം പ്രമുഖ മനുഷ്യാവകാശ പോരാളിയും വിദ്യാഭ്യാസ ചിന്തകനുമായ നോം ചോസ്കി പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരുതരം മാർക്കറ്റ് സെൻറ്റേഡ് എഡ്യൂക്കേഷന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ മാർക്കറ്റുകൾക്കും ആവശ്യക്കാരുണ്ട്. അത് ഇസ്ലാമിക കലാലയങ്ങളും ചിലപ്പോൾ അങ്ങനെയാണ്. നമുക്കും കുറേ ഖത്തീബുകൾ വേണം, ഇപ്പം ഖത്തീബുമാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ്. നമുക്ക് കുറച്ച് മൗലവികൾ വേണം, മൗലവികൾക്ക് വേണ്ട കോഴ്സ്.
നമുക്ക് കുറച്ച് മതപ്രഭാഷകന്മാർ വേണം, അല്ലെങ്കിൽ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് എഴുതുന്നതിന് കുറച്ച് എഴുത്തുകാർ. ഈ മാർക്കറ്റ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ എന്ന ചിന്ത, ഇപ്പം നമ്മൾ ഇസ്ലാമിക് ബാങ്ക് തുടക്കുന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു കോഴ്സ് നമ്മൾ തുടങ്ങും. അപ്പം ഇങ്ങനെ നോം ചോസ്കി പറഞ്ഞ ഒരു മാർക്കറ്റ് സെൻറ്റേഡ് എഡ്യൂക്കേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഒന്നത്. മറ്റൊന്ന്, അവർ ജീവിക്കുന്ന സാമൂഹിക സാംസ്കാരിക പരിസരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവരെന്തെങ്കിലും സദാചാരബോധം നേടുന്നുണ്ടെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന, അവരിൽ എന്തെങ്കിലും സാൻമാർഗിക ബോധമുണ്ടെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന, അവരെന്തെങ്കിലും ധാർമ്മിക ബോധം ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു സാമൂഹിക സാംസ്കാരിക പരിസരത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ഉദാഹരണത്തിന് സംഗീതം പിശാചിൻ്റെ സംഗീതമാണ് എന്ന് കേട്ടുപിടിച്ച കുട്ടി വീട്ടിൽ വരുമ്പോൾ അപസ്മാര സംഗീതമാണ് കേൾക്കുന്നത്. പർദ്ദ ഉടുത്ത് മദ്രസയിൽ പോയി തിരിച്ചു വന്ന കുട്ടി കാണുന്നത് തുണി ഉടുക്കാത്ത ദൃശ്യങ്ങളാണ്. ഇങ്ങനെ ഒരു വശത്ത് ഉപഭോഗ സംസ്കാരം കുട്ടിയെ മുറുക്കുന്നു, പിടിമുറുക്കുന്നു. മൊത്തത്തിൽ ഇതിനെതിരെ തൻ്റെ സദാചാര ബോധത്തെ വെല്ലുവിളിക്കുന്ന, മൂല്യബോധത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാമൂഹിക സാംസ്കാരിക പരിസരത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആന്തരികമായൊരു കരുത്ത്, ആ കരുത്ത് കുട്ടിക്ക് കൊടുക്കുന്നിടത്തേക്ക് നമ്മുടെ ദീനി വിദ്യാഭ്യാസത്തെ എങ്ങനെ വളർത്താമെന്ന ചിന്തയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ നമ്മുടെ മതപാഠശാലകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പാഠപുസ്തകങ്ങൾ മാറി, അധ്യാപകർക്ക് ട്രെയിനിങ് കിട്ടുന്നു, നല്ല ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു എളിയ നിരീക്ഷണത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ പാഠപുസ്തകങ്ങളൊക്കെ ഉണ്ട്, പരീക്ഷയുണ്ട്, ടീച്ചിങ് ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഒരു കൃത്യമായ ഒരു കരിക്കുലത്തിൻ്റെ, ഒരു സമഗ്രമായിട്ടുള്ള ഒരു കരിക്കുലത്തിൻ്റെ ഒരു അഭാവം ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കരിക്കുലം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെ സമഗ്രമായി അവതരിപ്പിക്കുന്ന, ഇസ്ലാമിനെ ശാസ്ത്രീയമായി ഇസ്ലാമിൻ്റെ ശാസ്ത്രീയതയെ, സമഗ്രതയെ, പ്രായോഗികതയെ, സാർവകാലികതയെ ശരിക്ക് ഉൾക്കൊള്ളുന്ന ഒരു കരിക്കുലത്തിൻ്റെ, ആ കരിക്കുലത്തിൽ നിന്നുകൊണ്ടുള്ള കൃത്യമായ, എന്തിനാണ് കുട്ടിയെ മതം പഠിക്കേണ്ടത്, നമുക്ക് ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ, ആ പാഠപുസ്തകങ്ങൾക്ക് വേണ്ട ഉള്ളടക്കം, ഒരു ഗൗരവതരമായിട്ടുള്ള ചർച്ച ആ വിഷയത്തിൽ. നല്ല പാഠപുസ്തകങ്ങളും, ഇപ്പോൾ ഖുർആൻ പഠിക്കുന്നതിന് പാഠപുസ്തകങ്ങൾ, ഹദീസ് പഠിക്കുന്ന. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ദീൻ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ട അനുഭവങ്ങൾ എന്താണ്? എന്ത് അനുഭവങ്ങളാണ് നമ്മുടെ കുട്ടിക്ക് കിട്ടേണ്ടത്? നമുക്കറിയാം. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ടെർമിനോളജിനെ എടുത്ത് നോക്കിയാൽ പ്രധാനമായി പ്രവാചകൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ദീനി വിദ്യാഭ്യാസത്തിലൂടെ. ഒന്ന് തിലാവത്തുല്ലായാത്ത്, വായിച്ചു കൊടുക്കുന്നത്; താലീമുൽ കിതാബ്, പുസ്തകം പഠിപ്പിക്കൽ; താലീമുൽ ഹിക്മത്ത് പഠിപ്പിക്കൽ; തസ്കിയത്തുൻ നഫ്സ്, നഫ്സിന്റെ സംസ്കരണം. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ തിലാവത്തും ഉണ്ട്, താലീമുൽ കിതാബും ഉണ്ട് നമ്മുടെ മദ്രസകളിൽ. എൻ്റെ എളിയ നിരീക്ഷണമാണ്, നമ്മുടെ കുട്ടികൾക്ക് ഹിക്മത്ത് കിട്ടുന്നുണ്ടോ എന്നത് ഒരു ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഹിക്മത്ത് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രമാണ വിജ്ഞാനങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് കുട്ടിക്ക് ഖുർആനിലൂടെ, ഹദീസിലൂടെ, വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലൂടെ കിട്ടുന്ന അറിവിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സ്വന്തം ഭാവനയിലൂടെയും അന്വേഷണത്തിലൂടെയും കണ്ടെത്തലിലൂടെയും കുട്ടി നിർമ്മിക്കുന്ന ഒരു യുക്തിജ്ഞാനം പറയുന്നത്, അത് നമ്മുടെ ദീനി പാഠശാലകളിൽ നിന്ന് ഹിക്മത്തിൻ്റെ വളരെ
ഇൽമിനോടൊപ്പം തന്നെ കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഹിക്മത്ത്, യുക്തിജ്ഞാനം എന്ന് പറയുന്നത് അതാണ് തൻ്റെ ഭാവി ജീവിതത്തിൽ ഇസ്ലാമിനെ കൃത്യമായി പ്രയോഗിക്കുന്നതിന്, ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നതിന് കുട്ടിയെ സജ്ജമാക്കുന്നത് ഈ യുക്തിജ്ഞാനമാണ്. പലപ്പോഴും നമ്മുടെ കിതാബുകളുടെ ഉള്ളടക്കം അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അള്ളാഹു അനാദിയാണ്, അള്ളാഹു അനശ്വരനാണ്, അള്ളാഹു അനന്തനാണ്. കുട്ടിക്കൊന്നും മനസ്സിലായില്ല, കുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരുതരം വരണ്ട ഭാഷ, യഥാർത്ഥത്തിൽ തൗഹീദ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് പഠിപ്പിക്കാൻ. പക്ഷേ നമ്മുടെ പാഠപുസ്തകങ്ങളുടെ കുട്ടിക്ക് കൂടുതൽ കടന്ന് ചിന്തിക്കുന്നതിന്, ഉയർന്ന് ചിന്തിക്കുന്നതിന്, കുട്ടിക്ക് മനസ്സിലാകുന്നതിന് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, സാന്നിധ്യത്തെക്കുറിച്ച് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന, കുട്ടിക്ക് അനുഭവവേദ്യമായി തീരുന്ന ഉള്ളടക്കങ്ങൾ ഏതെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ലളിതമായി ആവിഷ്കരിച്ചാൽ, ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് മനോഹരമായി ആവിഷ്കരിച്ചാൽ കുട്ടിയുടെ മനസ്സിലേക്ക്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, കുട്ടിക്ക് അനുഭവങ്ങളായി മാറുന്ന തലത്തിലേക്ക് പലപ്പോഴും നമ്മുടെ പാഠപുസ്തക ഉള്ളടക്കവും കരിക്കുലം ഉള്ളടക്കവും ഒന്ന് മാറേണ്ടതുണ്ട് എന്ന ഒരു എളിയ ചിന്തയാണ് പലപ്പോഴും എനിക്കുണ്ടായിട്ടുള്ളത്. മൊത്തത്തിൽ ഇസ്ലാമിനെ സമഗ്രമായി കുട്ടി തിരിച്ചറിയുന്ന, ഇത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്നതാണ്, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരീക്ഷിക്കാൻ പറ്റുന്നതാണ്, പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നതാണ് എന്ന ഒരു തോന്നലുണ്ടായിക്കൊണ്ട് അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ മലേഷ്യൻ ചിന്തകനായിട്ടുള്ള നക്കീബുൽ അൽത്താസ്, ഇസ്മായിൽ റാജി ഫാറൂഖിയൊക്കെ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത്, അവരാണ് ഈ ചിന്ത ഇപ്പോൾ ലോകത്ത് ഒരു വലിയ ചിന്തയിലേക്ക് തിരികൊളുത്തിയത്. ഇത്തരം മഹാന്മാരാണ്. കുട്ടി ആർജിക്കുന്ന അറിവുകളെ മുഴുവൻ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ മൗലികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുക. ആ മാറ്റം ഉണ്ടാകുമ്പോൾ കുട്ടിയിൽ ഇപ്പോൾ നമുക്കറിയാം, നല്ല ഇപ്പോൾ പ്രവാചകനെ കുറിച്ച് കുട്ടി പഠിക്കുന്നു. പക്ഷെ പ്രവാചകൻ കുട്ടിയുടെ മനസ്സിലേക്ക് ഇൻസ്പയർ ചെയ്യുന്ന വിധത്തിൽ, കുട്ടിയെ സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് പ്രവാചകൻ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രം കുട്ടി പഠിക്കുന്നു. ഖുർആന്റെ ആയത്തുകൾ കുട്ടി പഠിക്കുന്നു. പക്ഷെ അത് പ്രായോഗിക ജീവിതത്തിലേക്ക് കുട്ടിയുടെ അകത്ത് കിടക്കുന്ന ഒരു മൊറാലിറ്റിയെ, കോൾബർഗൊക്കെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടിയിലും ഒരു മൊറാലിറ്റി കിടക്കുന്നുണ്ട്. ഈ മൊറാലിറ്റി എന്ന് പറയുന്ന ഇന്നർ മൊറാലിറ്റി, ആന്തരികമായിട്ടുള്ള ഒരു ധാർമ്മികത, ആ ധാർമ്മികതയെ പുറത്തേക്കെടുക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക്, അനുഭവങ്ങളായി മാറുന്ന വിധത്തിൽ നമ്മുടെ പാഠപുസ്തക ഉള്ളടക്കവും കരിക്കുലം ഉള്ളടക്കവും മാറുകയും അതനുസരിച്ച് ക്ലാസ് മുറികളിൽ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ എനിക്ക് തോന്നുന്നത് ഭാവിയിൽ നമ്മുടെ കുട്ടികളിൽ മൗലികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. പ്രത്യേകിച്ച് നല്ല ചർച്ചകൾ നമ്മുടെ ക്ലാസ് മുറികളിൽ ഒരു 4ാം ക്ലാസ് മുതലെങ്കിലും നടത്താൻ കഴിഞ്ഞാൽ വിജയിക്കും എന്നെനിക്ക് തോന്നുന്നു. കൊച്ചു പ്രൊജക്റ്റുകൾ ദീനിനെക്കുറിച്ചിട്ടുള്ള, ദീനി പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ കൂടുതൽ അന്വേഷിക്കാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനും കണ്ടെത്താനും കുട്ടികൾക്ക് സാധിക്കുകയും, നല്ല സഹവാസം കുട്ടികൾക്ക് അവസരം കൊടുത്താൽ ഒരുപാട് കുട്ടി ജീവിതത്തിലേക്ക് അവൻ പഠിച്ച തത്വങ്ങളെ, ദീനി പ്രമാണങ്ങളെ അവനക്ക് സാധിക്കുന്ന രീതിയിൽ പ്രയോഗിക്കുന്നതിനുള്ള അവസരങ്ങൾ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതാണ് പറയുന്നത്. മൊത്തത്തിൽ ഒരു വിധേയത്വം നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ട്, ആ വിധേയത്വത്തിനെതിരായിട്ടുള്ള ഒരു ദാസ്യത്വം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉപഭോഗ സംസ്കാരം, അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കരുത്ത് കുട്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു പ്രതിരോധത്തിൻ്റെ കരുത്ത് കുട്ടിക്ക് കൊടുക്കുന്ന രീതിയിലേക്ക്, കുട്ടിയിൽ വളർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ ദീനീ വിദ്യാഭ്യാസത്തിൻ്റെ അന്തരീക്ഷം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടിയുടെ നമ്മൾ ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ക്വാളിറ്റീസാണ്.
ആ ക്വാളിറ്റീസ് അത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയായി, അതുപോലെ തന്നെ സത്യസന്ധതയായി, മനുഷ്യ സേവനമായി, ഒരു സമരബോധമായി കുട്ടിയിൽ ഉണ്ടാകണം. ഇപ്പോൾ ഒരു സമരബോധം എന്ന് പറയുന്നത് ഒരു ഫിലോസഫി കുട്ടിയൊന്നിപ്പോൾ ഇമാം ഗസാലിക്ക് ശേഷം അല്ലെങ്കിൽ 12ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ ഫിലോസഫേഴ്സ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഇസ്ലാമിനെ ഒരു ഫിലോസഫിയാക്കി മാറ്റുന്നതിനുള്ള, നല്ല അദബ് വളരുന്നതിനുള്ള, നല്ല തസ്കിയത്ത് കുട്ടിയിൽ രൂപപ്പെടുന്നതിനുള്ള അനുഭവങ്ങളിലൂടെ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല, അനുഭവങ്ങളിലൂടെയല്ലാതെ ഒരിക്കലും നമ്മുടെ കുട്ടികളിൽ തസ്കിയത്ത് രൂപപ്പെടുന്നതിനുള്ള സാധ്യതയില്ല. അതിന് നമ്മുടെ മതപാഠശാലയിലെ ക്ലാസ് മുറികൾ മാറുകയും നല്ല നല്ല ചർച്ചയും പ്രോജക്റ്റുകളും സഹവാസ ക്യാമ്പുകളും കുട്ടികൾക്ക് കൊടുക്കുകയും ലളിതമായ ഭാഷയിലൂടെ കാര്യങ്ങൾ കുറച്ചും കൂടി അവതരിപ്പിക്കപ്പെട്ടാൽ എനിക്ക് തോന്നുന്നത് മൗലികമായി നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. 10,000-13,000 മദ്രസകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആ മദ്രസകൾ ഒരു മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞാൽ അതാണ് ഒരു തലമുറ മാറുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിലേക്കുള്ള തുടക്കം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതുപോലുള്ള അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള ചില ചിന്തകൾ വളരെ പ്രസക്തമാണ്. മദ്രസ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നിട്ടുള്ള അന്വേഷണം വളരെ പ്രസക്തമാണ്. ഇതുപോലെ ഇസ്ലാമിക മതപഠനത്തെ സംബന്ധിച്ച് ഗവേഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള CIER-നെ കുറിച്ചിട്ടുള്ള സംവിധാനങ്ങളുടെ ഇടപെടലുകൾ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. എങ്ങനെ കുട്ടിയുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും, എങ്ങനെ ഈ ഉപഭോഗ സംസ്കാരത്തെയും ഈ അധിനിവേശ സംസ്കാരത്തെയും പ്രതിരോധിക്കുന്നതിനുള്ളൊരു കരുത്ത്, അതിന് അനുഗുണമായിട്ടുള്ളൊരു ഈമാനിൻ്റെ വളർച്ച, അതിന് പറ്റിയിട്ടുള്ള ഒരു തഖ്വയുടെ ഒരു വികാസം എങ്ങനെ കുട്ടിയിൽ രൂപപ്പെടുത്താൻ കഴിയും എന്നിട്ടുള്ള ഒരു അന്വേഷണത്തിന് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. ഏതായാലും ഈ ഒരു ചർച്ച അത്തരമൊരു വിശാലമായ അന്വേഷണത്തിന് നമ്മളെ പ്രേരിപ്പിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത്തൗഹീദ് ദ്വൈമാസിക ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക KNM ഓഫീസ്, മർക്കസുദാവ, RM റോഡ്, കോഴിക്കോട്. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക, മർക്കസുദഅവ, RM റോഡ്, കോഴിക്കോട്.